ബ്രോ ഇല്ലാതെ മീറ്റിംഗ് വേണ്ടെന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. അഥവാ ഞാനെന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയിമാവുന്നത് അച്ഛനും അമ്മയായിരിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല. ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ചാൽ അത് നിന്റെ MD സ്ഥാനത്തിന്റെ പോരായ്മയായിട്ടേ കരുതൂ. ഇത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനിടയിൽ നിന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ബോർഡ് മീറ്റിംഗ് നടക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. ആനന്ദ് പറയുന്നതിൽ കാര്യമുണ്ട്. വെറും ഒരു പനിയുടെ പേരിൽ ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ച ചരിത്രമില്ല. അത് പാവം നമ്മുടെ മോന്റെ കരിയറിന് കളങ്കമാവുകയും ചെയ്യും. നമ്മളായിട്ട് അതിന് അവസരം ഒരുക്കണം. എന്നാലും വിലാസിനെയും നന്ദനയും പോലും ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കൂടി വന്നാ അത് കൊള്ളാം. ചെയർമാൻ ഇല്ലാതെ ബോർഡ് മീറ്റിംഗ് നടത്താൻ നീ എന്തായി പറയുന്നത്? മാഡം, വല്യുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം മാഡം. കല്യാണി എത്തി, ഇനിയിപ്പോ ആളായല്ലോ. വാഗിൽ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും മീറ്റിങ്ങിന്. നമുക്ക് മീറ്റിംഗ് അധികം നീട്ടണ്ട, പെട്ടെന്ന് അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരാ. അതെ അമ്മേ, പ്ലീസ് നിങ്ങൾ പോയിട്ട് വാ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അരമണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളം കൊടുക്കണം. ലൈറ്റ് ഫുഡ് മതി. ശരി മാഡം. മോനെ, അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താം. മോൻ റെസ്റ്റ് എടുക്ക്. ശരി അമ്മേ. ബ്രോ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഞാനല്ലേ ഈ അവസ്ഥയ്ക്ക് കാരണം? എന്നെ കാരണോ വല്യുഞ്ഞിന് ഈ ഗതി വന്നത്? എന്റെ പനി വല്യുഞ്ഞിന് പിടിച്ചതാ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇത് വെറും ഒരു മഴ കൊണ്ടുള്ള പനിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്യുഞ്ഞിനോട് ഒന്നും വേണ്ടാന്ന്. കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഏയ് സാരമില്ല, ഇതങ്ങ് മാറും കല്യാണി. മരുന്ന് കഴിച്ചല്ലോ. ഇനി അല്പനേരം കണ്ണടച്ച് കിടന്നാൽ മതി, എല്ലാം ഓക്കെ ആവും. ഈശ്വര, നല്ല ചൂടുണ്ടല്ലോ. പനി കൂടുന്ന ലക്ഷണ. നെറ്റിയിലെ തുണി നനച്ചിട്ട് നോക്കാം, ചൂട് നിൽക്കും.
കേറി വന്നപ്പോ വല്യുഞ്ഞിന് സുഖമില്ലാണ്ട് കിടക്കാണെന്ന് സുജാതേച്ചി പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കെന്റെ ജീവൻ അങ്ങ് പോയതുപോലെയാ തോന്നിയത്. എന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ വല്യുഞ്ഞിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. വീണ്ടും വീണ്ടും അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് വിഷമമൊന്നുമില്ല കല്യാണി. സത്യം പറഞ്ഞ ഈ പനി വന്നതില് എനിക്ക് സന്തോഷമുള്ളൂന്ന് വേണം പറയാൻ. വല്യുഞ്ഞ് എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പനി വന്നതിൽ സന്തോഷിക്കുകയാണെന്നോ? കൊള്ളാൻ പറച്ചില്. സത്യം, നീ ആദ്യം പറഞ്ഞില്ലേ നിന്റെ പനിയെ എനിക്ക് പടർന്നേന്ന്. അത് സത്യമാണെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് കിട്ടാനില്ല. നിന്റെ വിഷമമല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതാ പോയിന്റ്. ഞാൻ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ചൂടൊക്കെ കുറഞ്ഞു. എന്നാലും പനി വന്ന സന്തോഷാണെന്ന് പറയണ ആളിനെ ഞാൻ ഇപ്പോഴാ കാണണേ. കൊള്ളാം. ഞാൻ പറയാതെ പറഞ്ഞ എന്റെ ഇഷ്ടം നീ അറിയാതെ പോവാണല്ലോ കല്യാണി. അതോ നീ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണോ? ഏതായാലും എന്റെ പ്രണയം നിന്നിൽ വന്നേ അവസാനിക്കും. നീ അത് തിരിച്ചറിയുമെന്ന് ഉറപ്പാ. വല്യുഞ്ഞ് എന്താ ആലോചിക്കണേ? കുറച്ചു നേരമായിട്ട് മുഖത്ത് നോക്കണല്ലാതെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ മിണ്ടുന്നൊക്കെ ഉണ്ട്, നീ കേൾക്കാത്ത. ശരി ശരി ആയിക്കോട്ടെ. ഈ പുറത്ത് കേൾക്കാത്ത സംസാരം വായുവിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. നമ്മളൊരു പാവ അടുക്കളക്കാരിയാ, ആ ജോലി എനിക്കറിയൂ. ഞാൻ പോയിട്ട് ഒരു ചൂട് കോഫി ആയിട്ട് വരാം. ശരി. എന്നും പനിയായ മതിയായിരുന്നു.
ഭഗവാനെ, എന്റെ പനിയാ വല്യുഞ്ഞിന് പകർന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് കുറവുണ്ടെങ്കിലും രാത്രി അത് കൂടാതെ നോക്കിക്കൊള്ളണേ. എന്റെ നിന്ന് പിടിച്ച പനി എനിക്ക് തന്നെ തിരിച്ചു തന്നാലും കുഴപ്പമില്ല. പാലും തേനും കഴിച്ച് വളർന്ന ആളാ. ഒന്നും സഹിച്ച ശീലമില്ല വല്യ കുഞ്ഞിന്. ആപത്തൊന്നും വരുത്താതെ കാത്തോളണേ ഭഗവാനെ. These fabrics are shown more water and sweat. They allow air to pass through them. They are biodegradable and do not affect the plants. The fabrics are... Daddy, good evening. ഗുഡ് ഈവനിങ്. നൈറ്റ് ആയില്ലടാ, പിന്നെന്തോന്ന് ഈവനിങ്? ഈ അച്ഛൻ്റെ ഒരു കാര്യം ദേ, അതെ, ഇരുട്ടിയാലും സായിപ്പ് ഒരാളോട് ആദ്യം പറയുന്നത് ഗുഡ് ഈവനിങ് എന്നാ. ഉറങ്ങാൻ പിരിയുമ്പോഴാ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലേ? കഷ്ടം തന്നെ. അയ്യോ, ഞാനൊക്കെ നിലത്ത് പൊടിമണ്ണിട്ട് തറയും പറയും പഠിച്ചു തുടങ്ങിയ സാധാരണ പള്ളിക്കൂടക്കാരനാണേ. നിന്നെ പോലെ സായിപ്പിന്റെ ഭാഷയും കഴുത്തിൽ കോണോനൊന്നും എനിക്ക് പരിചയമില്ല. കഴുത്തില് കോണകോ? അതെന്തൊന്നും മനസ്സിലായില്ല. അത് പച്ച മലയാളോടാ. നിന്റെ കഴുത്തിൽ കെട്ടുന്ന കോണോം പോലെ സാധനമില്ലേ, ടൈ, അത് തന്നെ. അയ്യോ, കഴുത്തില് കോണകം. കൊള്ള, നല്ല കോമഡി. നാളെ സ്കൂളിൽ പോയിട്ട് ഇതൊന്ന് പൊട്ടിക്കണം. ആയിക്കോട്ടെ. അല്ല, ചേച്ചി ഇതുവരെ വന്നില്ലേ? ആ, വന്നച്ചാ. അകത്തെവിടെങ്കിലും കാണും. ആ, നിന്റെ ചേച്ചിയോട് എപ്പോഴും പറയുന്ന ഇതിനകത്ത് കുറച്ച് വെള്ളം എപ്പോഴും എടുത്തു വെച്ചേക്കണം. മനുഷ്യൻ ദാഹിച്ചു വരുമ്പോ അടുക്കളയിൽ ചെന്ന് കയറണം. അയ്യോ അച്ഛാ, അത് ഞാനിപ്പോ എടുത്ത് കുടിച്ചതാ. ഇങ്ങതാ, ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, അത് സാരമില്ല. മോനെടുത്ത് പഠിച്ചോ, അച്ഛൻ എടുത്തോളാം. ആ. ഇത് വലിയ കുഞ്ഞിന്റെ പേഴ്സാണല്ലോ. ഇതിങ്ങനെ ഇവിടെ വന്നു? ഇനി വലിയ കുഞ്ഞാനെങ്കിൽ ഇവിടെ വന്നോ? അതോ പിന്നെയുള്ള ഓരോന്ന് ശേഖരിക്കാൻ തുടങ്ങിയോ? കല്യാണി, അച്ഛാ, കല്യാണി, അച്ഛൻ ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി? കല്യാണി, കല്യാണി, എടി കല്യാണി. ആ, ദാ വരണു. കല്യാണി, എന്തു പറ്റി അച്ഛാ? ഇത് വലിയ കുഞ്ഞിന്റെ പേഴ്സല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ അടുക്കളയില് വല്യുഞ്ഞിന്റെ പേഴ്സ് ഇവിടെ എങ്ങനെ വന്നു? ഒരു പക്ഷെ ഇന്നലെ കഞ്ഞി വെച്ച സമയത്ത് ഇവിടെ വെച്ചിട്ട് മറന്നു പോയതായിരിക്കും. എന്താണ് നീ മൃഗസ്യ നിൽക്കുന്നേ? വലിയ കുഞ്ഞിന്റെ പേഴ്സ് ഇവിടുത്തെ അടുക്കളയിൽ എങ്ങനെ വന്നു? അതച്ഛാ, ഇന്നലെ രാത്രി വല്യുഞ്ഞ് ഇവിടെ വന്നിരുന്നു. അടുക്കളയിലും കേറി. ഇന്നലെ രാത്രി വലിയ കുഞ്ഞ് ഇവിടെ വന്നു? നീ എന്തായി പറയുന്നേ? അതെ അച്ഛാ, വന്നിരുന്നു. എന്തിന്? എന്താവശ്യത്തിന്? അതറിയില്ല. പക്ഷെ വല്യുഞ്ഞ് ഇവിടെ വന്നപ്പോ പനിച്ചു വരച്ച് കണ്ണുപോലും തുറക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു ഞാൻ. ഇന്നലെ രാത്രി ചാകാറായ അവസ്ഥയില്.
അയ്യോ, ചേച്ചിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നോ? അതെ അനിയൻകുട്ട, പനിച്ചു വിറച്ചു കിടന്ന എന്നെ വല്യൂഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ പകുതി മരിച്ച നിലയിലെ കാണുള്ളായിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഉറക്കളച്ചിരുന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചു എന്ന്? ആ ദൈവമായിട്ട് അയച്ചതാ വല്യുഞ്ഞിനെ. അല്ലെങ്കിൽ ഞാൻ ആരും ഇല്ലാതെ. ഷോ, എന്നാലും ചേച്ചി വലിയ കുഞ്ഞ് കഞ്ഞി വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്ക് അടുക്കളയിലെ പേഴ്സ് വെച്ച് മറന്നതായിരിക്കും വെച്ചാ. അതെ, പക്ഷെ എനിക്കതല്ല. നീ എന്ത് രാവിലെ പറയാഞ്ഞ? ഒറ്റ വാക്കും മിണ്ടിയില്ലല്ലോ. ഞാനപ്പോ ജോലിക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു അച്ഛാ. രാത്രി സമാധാനമായിട്ട് പറയാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഓരോന്ന് ഓർക്കുമ്പോ അച്ഛന് ഭയം തോന്നുന്നു. ദുർവിധി ഏത് നിമിഷവും ചതിക്കുമെന്നൊരു പേടി. ഏയ്, അച്ഛൻ പേടിക്കണ്ട. ഞാൻ അഖില മേഡത്തിനും അച്ഛന് നൽകിയ വാക്ക് ഈ ജീവൻ പോയാലും തെറ്റിക്കില്ല അച്ഛാ. എന്നെ വിശ്വസിക്കണം പ്ലീസ്. നീ ഇരിക്കെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ ശരി, പോയിട്ടോ. ഹലോ, ആ ഗുഡ് മോർണിംഗ്. മെയിൽ അയച്ചിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഓ ശരി, ഒരു 5 മിനിറ്റ് മെയിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഷുവർ, വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കും. ആദ്യം ഞാൻ ആ മെയിലിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടോട്ടെ. ശരി എന്നാ. ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം.